ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പുത്തൻ കൃപയാൽ മിനിസ്ട്രിയുടെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്താവിഷയമായി നമുക്കൊരു വചനം വായിക്കാം. സങ്കീർത്തനങ്ങൾ 75:6. കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല, തെക്കു നിന്നുമല്ല ഉയർച്ച വരുന്നത്. നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വചനമാണ് ഇപ്പോൾ നമ്മളിവിടെ വായിച്ചത്. എന്താണ്? കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല, തെക്കു നിന്നുമല്ല ഉയർച്ച വരുന്നത്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ, ജോലി കാര്യങ്ങളിൽ, നമ്മുടെ വിദ്യാഭ്യാസങ്ങളിൽ, അല്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷയിൽ, നമ്മളായിരിക്കുന്ന എല്ലാ ഇടങ്ങളിലും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ്, തൻ്റെ ജീവിതത്തിൽ എന്തുവേണം? ഒരു ഉയർച്ച വേണം. അത് ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി ജീവിതവുമില്ല. ആമേ സ്തോത്ര. തൻ്റെ സാമ്പത്തികമായ ഒരു ഉയർച്ച, ആമേ സ്തോത്ര, പല രീതികളിൽ എനിക്കൊരു ഉയർച്ച വേണം. ഉയർച്ചയോട് താല്പര്യമുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. എന്നും ഒരേ അവസ്ഥയിലിരിക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല. ഇവനൊരു ബിസിനസ് തുടങ്ങി, ആ ബിസിനസ് എന്ത് ചെയ്യണം? ഒന്ന് ഉയർച്ചപ്പെടണം. ഹല്ലേലൂയ. അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷെ തിരുവചനം എപ്പോഴും നമ്മളെ പഠിപ്പിക്കുന്നത്, നിനക്ക് ഉയർച്ച, നിന്റെ ജീവിതത്തിൽ നീ ഒരു ഉയർച്ച കാത്തു നിൽക്കുവാണെങ്കിൽ, നിന്റെ ജീവിതത്തിൽ നീ ഒരു വിടുതൽ കാത്തു നിൽക്കുന്ന ഒരു വ്യക്തി ജീവിതമാണെങ്കിൽ, നിന്റെ ജീവിതത്തിൽ നിനക്കൊരു സൗഖ്യം വേണമെന്ന് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ, തിരുവെഴുത്ത് പറയുന്നത് മറ്റൊരുത്തനിലും നമുക്ക് രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഹല്ലേലൂയ. ആമേ സ്തോത്രം. നിനക്ക് രക്ഷ വേണമെങ്കിൽ, നിന്റെ ജീവിതത്തിൽ ഒരു ഉയർച്ച നിനക്ക് വേണമെങ്കിൽ, ആമേ സ്തോത്രം, പടിഞ്ഞാറ് നിന്നുമല്ല, തെക്കു നിന്നുമല്ല, കിഴക്കു നിന്നുമല്ല നിനക്കുള്ള സൗഖ്യവും നിനക്കുള്ള ഉയർച്ചയും വരുന്നത് അങ്ങ് ഉയരങ്ങളിൽ, ഹല്ലേലൂയ, സ്വർഗസ്ഥനായ പിതാവിൽ നിന്നും മാത്രമാണ്. ഇരിമ്യാവിൻ്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ 17-14 ഇപ്രകാരം ഒരു വചനമുണ്ട്. ഹല്ലേലൂയ. ദൈവമേ, എന്നെ സൗഖ്യമാക്കണമേ, എന്നെ വിടുവിക്കണമേ. നീ എന്നെ വിടുവിച്ചാൽ ഞാൻ വിടുവിക്കപ്പെടും, നീ എന്നെ സൗഖ്യമാക്കിയാൽ ഞാൻ സൗഖ്യം പ്രാപിക്കും, നീ എൻ്റെ പുകഴ്ചയല്ലോ. അതാണ് ഒരു യഹോവ ഭക്തൻ എപ്പോഴും ഓർക്കുന്നത്. എനിക്ക് വിടുതൽ വേണമെങ്കിൽ, എനിക്ക് സൗഖ്യം വേണമെങ്കിൽ, എനിക്ക് ജീവിതത്തിൽ ഒരു ഉയർച്ച വേണമെങ്കിൽ, അത് സർവശക്തനായ ദൈവത്തിൽ നിന്ന് മാത്രമാണ്. കർത്താവ് എന്നെ വിടുവിച്ചാൽ ഞാൻ വിടുവിക്കപ്പെടും, മനുഷ്യരല്ല. പലപ്പോഴും നമ്മൾ പല സാഹചര്യങ്ങളിൽ മനുഷ്യരിൽ ആശ്രയിക്കാറുണ്ട്. എനിക്ക് അവിടെ നിന്ന് ഇന്ന ആൾ സഹായം തരും, ഹല്ലേലൂയ, ഇന്ന ആൾ എന്നെ അവിടെ നിന്ന് ഉയർത്തും, ഇന്ന ആൾ എനിക്ക് അവിടെ നിന്ന് ഓഫർ ലെറ്റർ അയച്ചു തരും, ഇന്ന ആൾ എനിക്ക് അവിടെ നിന്ന് ആമേ സ്തോത്രം കുറച്ച് ക്യാഷ് തരും, ഇന്ന ആൾ എനിക്ക് ഇന്ന സ്ഥലത്ത് നിന്ന് എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്ന സ്ഥലത്ത് നിന്ന് എന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ജോലിക്ക്. അങ്ങനെ പലതിലും നമ്മൾ പ്രത്യാശ വെച്ച്, പലയിടങ്ങളിൽ നമ്മളുടെ ആശ്രയം അല്ലെങ്കിൽ നമ്മുടെ സഹായം ഉയർച്ചയും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുവാണെങ്കിൽ, തിരുവെഴുത്ത് പറഞ്ഞതൊക്കെയും താൽക്കാലികമാണ്. കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? നിന്റെ ജീവിതത്തിൽ ഒരു ഉയർച്ച വേണമെങ്കിൽ അത് കിഴക്ക് നിന്നുമല്ല, പടിഞ്ഞാറ് നിന്നുമല്ല, സർവശക്തനായ കർത്താവിൻ്റെ കരങ്ങളിൽ നിന്നാണ് വരികയുള്ളൂ. ഹല്ലേലൂയ. തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 5 അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ, അവിടെ ബെഥസ്ദ കുളത്തിൽ, ഹല്ലേലൂയ, അവിടെ 5 മണ്ഡപങ്ങളുണ്ട്. ഈ 5 മണ്ഡപങ്ങളിൽ കുരുടരുണ്ട്, മുടുന്തറുണ്ട്, അതുപോലെ തന്നെ എന്താണ്, കുഷ്ഠരോഗികളുണ്ട്, അതുപോലെ ക്ഷയരോഗികളുണ്ട്. ഇവരെല്ലാവരും ആ കുളത്തിനുള്ളിൽ ദൂതൻ ഇറങ്ങി വന്ന് ആ വെള്ളം കലക്കേണ്ടതിന് ഓരോ ദിവസവും എന്ത് ചെയ്യണം? തള്ളി നീക്കുന്ന വ്യക്തി ജീവിതങ്ങൾ അവിടെയുണ്ട്. രോഗികൾ, അല്ലേ? എങ്ങനെയെങ്കിലും എനിക്ക് ഇനി ഈ ഒരു കുരുടനായിട്ട് ജീവിക്കേണ്ട, മുടുന്നനായി എനിക്ക് ജീവിക്കേണ്ട, എൻ്റെ ഈ ഒരു അവസ്ഥ എനിക്ക് കണ്ടിന്യൂ ചെയ്യേണ്ട എന്നും പറഞ്ഞ് ചെവിയും കാത്ത് കണ്ണും നട്ട് ആമേ സ്തോത്ര ദൂതൻ ആ കുളത്തിൽ ഇറങ്ങുവാൻ, ആ വെള്ളം കലക്കുവാൻ ദിവസങ്ങളോളം നോക്കി കിടക്കുന്ന അനേക രോഗികൾ അവിടെ നമുക്ക് കാണാം. അതിനെക്കുറിച്ച് ചിന്തിച്ച് കഴിഞ്ഞ ദിവസം ചെന്ന് വളരെ ഭാരം എനിക്ക്, എന്തൊരവസ്ഥയാണ്, അല്ലേ? ആ പുസ്തകം തന്നെ, അല്ലെങ്കിൽ ആ ഒരു അധ്യായം തന്നെ നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ ആമേ സ്തോത്രം, അവിടെ 38 വർഷം രോഗബാധിതനായ ഒരു മനുഷ്യനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. 38 വർഷം, 1-2 വർഷമല്ല ദൈവമക്കളെ, 38 വർഷം. ഹല്ലേലൂയ. തന്നെത്താൻ ആകുന്നത് പോലെ പലപ്പോഴും ആ രോഗി ചിലപ്പോൾ എന്താണ്, വളരെ ഭാരപ്പെട്ട് അല്ലെങ്കിൽ ഞെരങ്ങി ആ കുളത്തിനരികെ വന്നിട്ടുണ്ടാകും, അല്ലേ? അങ്ങനെ തന്നെ ആ രോഗി അവിടെ പറയുന്നുണ്ട്, ആ മനുഷ്യൻ അവിടെ തന്നെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ രോഗി അവൻ യജമാന വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ ആരുമില്ല, ഞാൻ ചെല്ലുമ്പോൾ മറ്റൊരുത്തർ എനിക്ക് മുമ്പായി ഇറങ്ങും. ഹല്ലേലൂയ. ചിലപ്പോൾ തൻ്റെ അവസ്ഥ പോലും നോക്കാതെ ഞെരങ്ങി ചിലപ്പോൾ ആ കുളത്തിൻ്റെ അവിടെ എത്താൻ
ഒത്തിരി വട്ടം ട്രൈ ചെയ്തു എന്ന് തിരുവെടുത്ത് നമ്മളെ പഠിപ്പിക്കുന്നു. പക്ഷെ എന്താണ്, മറ്റൊരുത്തിന് ആ സൗഖ്യം പ്രാപിച്ചു പോകുന്നു. എത്ര വട്ടം തൻ്റെ മനസ്സിന് വിഷമം വന്നിട്ടുണ്ടായിരിക്കാം അല്ലേ? ഒരു പക്ഷേ തൻ്റെ അവസ്ഥയെ നോക്കാതെ വണ്ണം, തൻ്റെ അവസ്ഥയിൽ എന്താണ് വളരെ മനപ്പെട്ട് അല്ലെങ്കിൽ ഭാരപ്പെട്ട് ഇതിൽ നിന്ന് എനിക്കൊരു വിടുതൽ ലഭിക്കണമെന്ന് ഹല്ലേലൂയ ആമേൻ സ്തോത്രം തന്നെത്താൻ നോക്കാതെ വണ്ണം എന്ത് ചെയ്തു, തൻ്റെ അവസ്ഥ നോക്കാതെ ഒത്തിരി വട്ടം ഹാർഡ് വർക്ക് ചെയ്ത് അവിടം വരെ എത്തുമ്പോൾ എന്ത് ചെയ്യാണ്, തൻ്റെ സൗഖ്യം തനിക്ക് ലഭിക്കേണ്ടത് മറ്റൊരുത്തൻ സൗഖ്യം തന്നെക്കാൾ ബലമുള്ളവർ, തന്നെക്കാൾ ആരോഗ്യമുള്ളവർ അതും മേടിച്ചെന്താണ് പോകുന്ന ഒരവസ്ഥ. ആരോഗ്യമുള്ളത് വെച്ചാൽ തന്നെക്കാൾ കുറച്ചുകൂടെ ഭേദമുള്ള രോഗികൾ അതിന് സൗഖ്യം പ്രാപിച്ചു പോവുക. അത് കണ്ട് എത്രയോ രോഗികൾ തൻ്റെ മുമ്പിൽ സൗഖ്യം പ്രാപിച്ചു പോകുമ്പോൾ എത്രയോ ദൂതന്മാർ അല്ലെങ്കിൽ എത്രയോ രോഗികൾ ആ കുളത്തിന്മേൽ ആമേൻ സ്തോത്രം കയറി അല്ലെങ്കിൽ ആ കുളത്തിന്മേൽ ഇറങ്ങി സൗഖ്യം പ്രാപിച്ചു പോകുന്നത് താൻ കണ്ടിട്ടുണ്ടായിരിക്കാം. 38 വർഷമായി താൻ ഇതേ കാണുന്നുള്ളൂ. ഹല്ലേലൂയ. എങ്കിലും ആമേൻ സ്തോത്രം 38 വർഷം കടന്ന മനുഷ്യനെ കർത്താവ് കാണുവാനിടയായി തീർന്നു എന്ന് നമുക്ക് അവിടെ തിരുവെടുത്ത് വായിക്കുമ്പോൾ അറിയാം അല്ലേ? 5 എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്ന മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. മനുഷ്യനല്ല ദൈവമക്കൾ. പലപ്പോഴും മനുഷ്യൻ കണ്ടിട്ടുണ്ട്. ഈ 38 വർഷം ആ മനുഷ്യൻ, ആ രോഗി, ആ മനുഷ്യർ കണ്ടിട്ടുണ്ട്, പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഒന്ന് സഹായിക്കാൻ പോലും മനസ്സില്ലാതെ അനേകർ എന്ത് ചെയ്യാണ്, പോയി മറിഞ്ഞ് അല്ലേ, സഹായിക്കത്തില്ല അല്ലെങ്കിൽ സഹായിക്കാൻ മനസ്സില്ലാതെ വണ്ണം ഹല്ലേലൂയ അനേകർ ആ മനുഷ്യനെ വിട്ടുപോയി. പക്ഷേ ഇവിടെ യേശു കണ്ട്. നമ്മുടെ ജീവിതത്തെ യേശു ഒന്ന് നോക്കിയാൽ മതി, യേശു ഒന്ന് കണ്ടാൽ മതി. നിന്റെ ഏത് അവസ്ഥയാണെങ്കിലും, നിന്റെ ഏത് പഴക്കം ചെന്ന അവസ്ഥയാണെങ്കിലും കർത്താവ് ഒന്ന് കണ്ടാൽ നിനക്ക് വിടുതൽ ഉറപ്പാണ്. ഹല്ലേലൂയ. അവിടെ യേശു കണ്ടിട്ട് ആ മനുഷ്യൻ എന്താണ് ഇങ്ങനെ ഏറെ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. ദൈവത്തിനെല്ലാം അറിയാം അല്ലേ? ദൈവത്തിൻ്റെ കണ്ണ് ആർക്കും പൂട്ടിക്കെട്ടുവാൻ കഴിയുകയില്ല. ഒരു അദൃശ്യ ശക്തിക്കോ ഒരു രോഗ ആത്മാവിനോ ആമേ സ്തോത്രം ഒരു ആമേ ഹല്ലേലൂയ അദൃശ്യമായി പ്രവർത്തിക്കുന്ന ഒരു അന്ധകാര ശക്തിക്കോ ആമേ സ്തോത്രം നമ്മുടെ അവസ്ഥയെ ദൈവത്തിൽ നിന്ന് മൂടിക്കെട്ടുവാൻ ആർക്കും കഴിയുകയില്ല. ദൈവത്തിൻ്റെ സമയമാവുമ്പോൾ ഹല്ലേലൂയ ദൈവം ഇറങ്ങി വന്ന് നമ്മുടെ അവസ്ഥയെ കാണണം. നമ്മുടെ അവസ്ഥ എത്രത്തോളം നമ്മളത് അനുഭവിക്കുന്നു, എത്ര കാലം ഇതെല്ലാം കർത്താവ് എന്ത് ചെയ്യാണ് കണ്ട് അറിഞ്ഞു എന്ന് തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നു. എന്നിട്ട് ഈ ദൈവം എന്ത് ചെയ്യുന്നു, നിനക്ക് ദൈവം അവിടെ ആ മനുഷ്യനോട് ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ഹല്ലേലൂയ. നിനക്കിന്ന് വിടുതൽ വേണോ? എന്തുകൊണ്ടായിരിക്കും ദൈവം അങ്ങനെ ചോദിച്ചത്? ഒരു പക്ഷെ അവന് വിടുതൽ വേണമല്ലോ. ഹല്ലേലൂയ. 38 വർഷമായി അവിടെ കിടക്കുന്ന ആ വ്യക്തിയോട് കർത്താവ് എന്തുകൊണ്ടായിരിക്കും ഒരു പക്ഷെ അങ്ങനെ ചോദിച്ചത്? ആമേൻ സ്തോത്രം. ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സ് ഒരു പക്ഷേ ഹല്ലേലൂയ ആ 38 വർഷം താൻ ഒരുപാട് ട്രൈ ചെയ്തു അതിൽ വിടുതൽ ലഭിക്കാം. ഒരു പക്ഷെ മനസ്സ് മടുത്തിട്ടുണ്ടാകാം അല്ലേ? അനേകർ തൻ്റെ മുമ്പിൽ സൗഖ്യം പ്രാപിച്ചു പോകുന്നത് കണ്ടും വേദനിച്ച് വ്യസനിച്ചൊരു ഹൃദയമായിരിക്കാം ഒരു പക്ഷെ ആ മനുഷ്യനുണ്ടായിരുന്നത്. അതുകൊണ്ടായിരിക്കാം കർത്താവ് ഇപ്രകാരം ചോദിച്ചത്, നിനക്ക് മനസ്സുണ്ടോ? അതോ നിന്റെ മനസ്സ് അതായത് അവൻ്റെ ഹൃദയം ദൈവം അറിഞ്ഞു. ഹല്ലേലൂയ. ആ തണുത്ത അവസ്ഥ, തണുത്ത് മരവിച്ച അവസ്ഥ, ഹല്ലേലൂയ ഇനി രക്ഷയില്ല എന്ന് താൻ വിധി എഴുതിയ ഹൃദയത്തെ, ഇനി നിനക്ക് ഒരിക്കലും സൗഖ്യമില്ല, ഹല്ലേലൂയ നിന്റെ ജീവിതം തീർന്നു, ഹല്ലേലൂയ ഈ രോഗിയായി ഇത് തന്നെയായിട്ട് നിന്റെ ജീവിത അവസാനം നീ ഇവിടെ തന്നെ ആയി തീരും എന്നുള്ള ആ മനസ്സിനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ഹൃദയത്തെയും ദൈവം അറിയുവാൻ ഇടയായി തീർന്നു. അതറിഞ്ഞ് ദൈവം ചോദിക്കുവാണ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ഹല്ലേലൂയ. ആ ഹൃദയത്തെ അറിഞ്ഞ കർത്താവ് യേശു ചോദിക്കും. ഒരു പക്ഷെ ഇന്ന് വരെ ഒരു മനുഷ്യനും ആ മനുഷ്യനോട് അല്ലെങ്കിൽ ആ രോഗിയോട് ചോദിച്ചിട്ടുണ്ടാകുകയില്ല, ഞാൻ നിന്നെ സഹായിക്കണോ? ഹല്ലേലൂയ നിനക്ക് സൗഖ്യമാവാൻ മനസ്സുണ്ടോ എന്നെങ്കിൽ കർത്താവ് തൻ്റെ ജീവിതത്തോട് ഒരിക്കലും അത് സകല തനിക്ക് പടിഞ്ഞാറ് നിന്നും കിഴക്ക് നിന്നോ എങ്ങും നിന്നോ ഒരു സൗഖ്യമില്ലാതെ തീരെ തളർന്ന അവസ്ഥയിൽ ആ ജീവിതത്തെ നോക്കിക്കൊണ്ട് കർത്താവ് ചോദിക്കുവാണ്, നിനക്ക് മനസ്സുണ്ടോ എന്ന്. അപ്പോൾ ആ മനുഷ്യൻ തൻ്റെ അവസ്ഥയെ ദൈവത്തോട് എന്ത് ചെയ്യാണ്? അവതരിപ്പിക്കാൻ, ദൈവസന്നിധി തൻ്റെ ഉള്ളത്തെ പകരുന്നതായിട്ട് നമുക്ക് അവിടെ കാണാം. തൻ്റെ അവസ്ഥ ഇന്നതാണ് കർത്താവേ എന്ന് ആ മനുഷ്യൻ പറയുകയാണ്, യജമാനനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല, ഹല്ലേലൂയ ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു കർത്താവേ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ദൈവം അവിടെ ഹല്ലേലൂയ ഒരു സ്പെഷ്യൽ വിടും. ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഈ 38 വർഷം അവിടെ കടന്നിരുന്ന മറ്റു രോഗികൾ ആ കുളത്തിലിറങ്ങിയാൽ അവരുടെ ജീവിതത്തിൽ സൗഖ്യം വന്നുള്ളൂ അല്ലേ? പക്ഷെ ഇവിടെ ഈ മനുഷ്യനെ ദൈവം കണ്ടപ്പോൾ കുളത്തിൽ പോലും ഇറങ്ങേണ്ട അവസ്ഥ ദൈവം വന്നില്ല. അതായത് അവൻ്റെ ജീവിതത്തിൽ ഒരു സ്പെഷ്യൽ വിടുതൽ ദൈവം കൊടുത്തു.
അതേ ദൈവമക്കളെ, എന്ത് എഴുതിയാൽ മതി? നീ നിന്റെ കിടക്ക എടുത്ത് നടക്കുക എന്ന് മാത്രം ആ മനുഷ്യനോട് പറഞ്ഞു. നീ പോയി കുളത്തിൽ കയറാനോ അല്ലെങ്കിൽ കുളത്തിൽ ഇറങ്ങാനോ ആ മനുഷ്യനോട് ദൈവം അവിടെ പറഞ്ഞോ? ഇല്ല. ആ മനുഷ്യനോട് എന്താ പറഞ്ഞത്? നീ നിന്റെ കിടക്ക എടുത്ത് നടക്കുക എന്ന്. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്ത് നടന്നു. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അപ്പൊ എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, ഒരു പക്ഷേ ഹല്ലേലൂയ നീ ആയിരിക്കുന്ന കിടക്കയിൽ മേൽ ഹല്ലേലൂയ വർഷങ്ങളായി ഒരു പക്ഷെ നീ നിന്റെ കിടക്കയിൽ നിന്റെ സമയത്തെ ചിലവഴിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ, അങ്ങനെ എന്നെ കേൾക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് ഇപ്രകാരം പറയാണ്, നീ എത്ര വർഷമായിരുന്നോ, ഹല്ലേലൂയ നീ എത്ര നാൾ ആ കിടക്കയിലായിരുന്നോ, അല്ലെങ്കിൽ ഇന്ന് എത്ര വർഷം നീ ഒരു രോഗത്തിന് അടിമയായി ഇരിക്കുന്നു, ഇതെല്ലാം അറിയുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ തളർന്ന ഹൃദയത്തെ ആമേൻ സ്തോത്രം, അതിൻ്റെ വേദന എത്രത്തോളം എന്ന് മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്. നീ പലപ്പോഴും ദൈവത്തോട് ചോദിച്ചിട്ടില്ല, കർത്താവേ അനേകർ സൗഖ്യം പ്രാപിക്കുന്നു, ആമേൻ സ്തോത്രം, എന്നേക്കാളും ആമേൻ സ്തോത്രം രോഗ അവസ്ഥ മൂർച്ഛിക്കുന്ന അല്ലെങ്കിൽ എന്നേക്കാൾ അതികഠിനമായ രോഗമുള്ളവർ എന്നെ സൗഖ്യം പ്രാപിക്കുന്നപ്പാ, എന്തുകൊണ്ട് എനിക്ക് സൗഖ്യം ലഭിക്കുന്നില്ല എന്ന് പലപ്പോഴും നീ നിന്റെ കിടക്കയിൽ കടന്ന് ദൈവത്തോട് ചോദിച്ചിട്ടില്ലേ? എങ്കിൽ ദൈവത്തിൻ്റെ ടൈം ആകുമ്പോൾ സർവശക്തനായ ദൈവം നിന്റെ കിടക്കയിൽ ഇറങ്ങി വരുവാൻ കഴിയുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ, നിന്നോട് ഇപ്രകാരം ചോദിക്കുന്നു, ഹല്ലേലൂയ നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ഒരുപക്ഷെ നിന്റെ ഹൃദയം ക്ഷീണിച്ച അവസ്ഥയിലായിരിക്കാം. ആമേൻ സ്തോത്രം. സകല ക്ഷീണിച്ച അവകാശത്തെ പോഷിപ്പിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നിന്റെ അവസ്ഥ എത്ര ക്ഷീണിച്ച അവസ്ഥയായിക്കൊള്ളട്ടെ, ഹല്ലേലൂയ ആ അവസ്ഥയിൽ അതറിഞ്ഞ് നിന്നെ ആമേൻ സ്തോത്രം പണിയുവാൻ കർത്താവിനറിയാം. ഹല്ലേലൂയ, ഈ മനുഷ്യനെ എങ്ങനെ തൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാമെന്ന് നിന്നെ സൃഷ്ടിച്ചവനായ ദൈവത്തിന് അറിയാവുന്നതുപോലെ നിന്റെ അവസ്ഥ എത്രത്തോളം കഠിനമാകുന്നുവെന്ന് ഒരുപക്ഷെ നിന്റെ കൂട്ടുകാർ അല്ലെങ്കിൽ നിന്റെ ബന്ധുക്കൾ, നിന്റെ മാതാപിതാക്കൾ അറിയത്തില്ലായിരിക്കാം. പക്ഷെ നിന്റെ കിടക്കയിൽ നീ എത്രത്തോളം കണ്ണുനീരൊഴുക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. നീ എത്രത്തോളം നിന്റെ അവസ്ഥയിൽ ദുഃഖിതനായി നിന്റെ ഹൃദയത്തെ വളരെ ക്ഷീണ അവസ്ഥയിലായിരിക്കുന്ന വ്യക്തിയായിരിക്കാം എന്നെ കേൾക്കുന്നത്. അവരോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ഒരൊറ്റ മനസ്സ് മതി ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ സൗഖ്യം വരാൻ. ഹല്ലേലൂയ, കടക്കുന്ന അവസ്ഥ ആ സിറ്റുവേഷൻ ഇരുന്ന് നിന്റെ ഹൃദയത്തെ ദൈവത്തോട് പകരുക. കർത്താവ് എന്നെ കൊണ്ടാവുന്നില്ല, ഹല്ലേലൂയ എനിക്ക് സൗഖ്യമാവാൻ കഴിയുന്നില്ല, ആമേൻ സ്തോത്ര, തിരുവെഴുത്ത് പറയുന്നത് പോലെ അപ്പാ അങ്ങനെ സൗഖ്യമാക്കിയാൽ ഞാൻ സൗഖ്യം പ്രാപിക്കും, അങ്ങനെ വിടുവിച്ചാൽ ഞാൻ വിടുതൽ പ്രാപിക്കും. ഹല്ലേലൂയ, പലപ്പോഴും നിന്റെ ചെവിയും നിന്റെ കണ്ണുകൾ ആമേൻ സ്തോത്ര തൊട്ടപ്പുറത്ത് അനുഗ്രഹം പ്രാപിക്കുന്നവരും ആമേൻ സ്തോത്രം ദൂതനെയും കാത്ത് അല്ലെങ്കിൽ ആമേൻ സ്തോത്രം എപ്പോൾ ദൈവം എൻ്റെ അടുക്കൽ വരുമെന്ന് ഈ രോഗികൾ ആ വെള്ളത്തിന്മേൽ കലക്കുന്ന അവരെ ആ ദൂതനെ കാത്തിരുന്നത് പോലെ ഒരുപക്ഷെ നീ വിടുതലനായി വാഞ്ചിക്കുന്ന ഒരു ഹൃദയമാണെങ്കിൽ, എനിക്ക് വിടുതൽ ലഭിക്കണമെന്ന് വാഞ്ചിക്കുന്ന ഒരു ഹൃദയമാണെങ്കിൽ, ചില വിഷയങ്ങളുടെ നടുവിൽ എനിക്കൊരു ഉയർച്ച വേണമെന്ന് അതിവാഞ്ചയോടുകൂടെ ആയിരിക്കുന്ന ഒരു ഹൃദയമാണെങ്കിൽ, പരിശുദ്ധാത്മാവിന് നിന്നോട് പറയാനുള്ളത് നിന്റെ അവസ്ഥ അറിയുന്ന ഒരു ദൈവമാണ്. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? എങ്കിൽ ദൈവത്തിൻ്റെ വിടുതൽ നിന്റെ ജീവിതത്തിലേക്ക് വരും, ദൈവത്തിൻ്റെ ഉയർച്ച നിന്റെ ജീവിതത്തിലേക്ക് വ്യാപരിക്കുക, ദൈവത്തിൻ്റെ ശക്തി നിന്നിലേക്ക് വ്യാപരിക്കുക. ഹല്ലേലൂയ, അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നീ ഏത് അവസ്ഥയിലായാലും ഏത് പ്രശ്നത്തിൻ്റെ നടുവിലായാലും എത്ര പഴക്കം ചെന്ന അവസ്ഥയാണെങ്കിലും എത്ര ദുഃഖത്തോടുകൂടെ നിന്റെ ഹൃദയമായിരുന്നുവാലോ, ഹല്ലേലൂയ അതൊന്നും ദൈവത്തിന് ഒരു കാര്യമല്ല. ആ ദൈവത്തിൻ്റെ വിടുതൽ ഇറങ്ങുമ്പോൾ ദൂതനല്ല നിന്റെ വിഷയത്തിന് മധ്യ ഇറങ്ങുന്നത്. ഹല്ലേലൂയ, ആമേൻ സ്തോത്ര, ദൈവദൂതനല്ല നിന്റെ വിഷയത്തിന് മധ്യ ഇറങ്ങുന്നത്. സർവശക്തനായ ദൈവം തന്നെ ഇടപെടുന്ന ചില വിടുതലുകൾ ഹല്ലേലൂയ ഈ നാളുകളിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളിന്മേൽ വ്യാപരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, ദൈവം തന്നെ ഡയറക്റ്റ് ഇറങ്ങി വന്ന ചില സൗഖ്യങ്ങൾ ദൈവം നൽകുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ, അതുകൊണ്ട് മനസ്സ് മടുക്കാതെ വണ്ണം നിങ്ങളുടെ ഹൃദയത്തെ ദൈവസന്നിധി പകരുക. ഹല്ലേലൂയ, ദൈവം നിശ്ചയമായി നമ്മൾ ഓരോരുത്തരും വിടുവിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, ദൈവത്തിന് ഒന്നും എല്ലാം അറിയാം, സകലതും അറിയാവുന്ന കർത്താവ് അല്ലേ, ആ ദൈവത്തിൻ്റെ തൃക്കരങ്ങളിലേക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക ദൈവമക്കളെ. ആകിയാൽ ഈ വചനങ്ങൾ ആ ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.